ഭർത്താവില്ല, 17 വർഷമായി ഭർത്താവും വീട്ടിൽ. അപ്പം ഞാൻ വീട്ടിൽ ജോലിക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാവരും സിബിൽ സ്കോർ കുറവായതുകൊണ്ട് റിജക്റ്റ് ചെയ്യുക ചെയ്തത്. അപ്പോൾ ഇന്നിപ്പോൾ മേയർ സാറിനെ കാണാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ ഇന്നിപ്പോൾ വന്ന് അപേക്ഷ കൊടുത്ത ഉടനെ തന്നെ സാറ് ബാങ്കിൽ ഡയറക്റ്റ് വിളിച്ച് പറയുകയും യങ്സ്റ്റേഴ്സിന് പ്രത്യേകിച്ച് സ്റ്റാർട്ടപ്പുകൾ അപ്പോൾ സാറ് പറഞ്ഞു ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരാമെന്ന്. തിരുവനന്തപുരത്തിൻ്റെ തന്നെ വലിയ തീരാ ശാപമായിട്ട് നിൽക്കുന്ന ആമയിഴഞ്ചാൻ തോട് വീട് വെച്ചതിന് ശേഷം ടി സിക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കാൻ വേണ്ടി വന്നപ്പോൾ ഇവർ കൈക്കൂലി ആവശ്യപ്പെട്ടു, കൊടുത്തില്ല എന്നുള്ള രീതിയിൽ ഒരു നമ്മുടെ വീടിൻ്റെ ഗേറ്റിന് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഒരുപാട് രോഗികളുണ്ട്. 30-40 വീടുകളുണ്ട്. അവിടെ രോഗികളുണ്ട്. ഒരു ആംബുലൻസിന് പോലും കയറാൻ രാജേഷേട്ടൻ്റെ മേയറിൻ്റെ ഇൻ്റർവ്യൂ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ഒരു ചെറിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇവിടെ വിളിച്ചാൽ കിട്ടും. അതുകൊണ്ടപ്പോൾ ഡയറക്റ്റ് ഇല്ല ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മളൊരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മാനവീയത്ത് ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്യണമെന്ന് സാറിൻ്റെ പെർമിഷൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ സാറ് എല്ലാ രീതിയിലും നമ്മളെ സപ്പോർട്ടിങ് ആണ്. യങ്സ്റ്റേഴ്സിന് പ്രത്യേകിച്ച് സ്റ്റാർട്ടപ്പുകൾ. അപ്പോൾ സാറ് പറഞ്ഞു നമുക്ക് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരാമെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. ഇല്ല യു വാസ് വെരി നൈസ് ടു മീ. അങ്ങനെ ഒന്നുമില്ല, താമസമൊന്നുമില്ല. നമ്മുടെ ആവശ്യം കറക്റ്റായിട്ട് നമുക്ക് സമാധാനത്തിൽ പറയേണ്ട, റഷൊന്നും ഇല്ലാണ്ട് പറയേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു കംപ്ലീറ്റ്ലി. പുള്ളി നമ്മൾ പറയുന്നതെല്ലാം കേട്ട് അതനുസരിച്ചുള്ള മറുപടി കൃത്യമായിട്ട് തരുന്നുണ്ട്. ഞാൻ ലോണിൻ്റെ ആവശ്യത്തിനായിട്ടാണ് വന്നത്, മുദ്രാ ലോണിൻ്റെ ആവശ്യത്തിനായിട്ട്. ബാങ്കുകളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും സിബിൽ സ്കോർ കുറവായതുകൊണ്ട് റിജക്റ്റ് ചെയ്യുക ചെയ്തത്. അപ്പോൾ ഇന്നിപ്പോൾ മേയർ സാറിനെ കാണാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ ഇന്നിപ്പോൾ വന്ന് അപേക്ഷ കൊടുത്ത ഉടനെ തന്നെ സാറ് ബാങ്കിൽ ഡയറക്റ്റ് വിളിച്ച് പറയുകയും ബാങ്കിലോട്ട് ചെന്നാൽ മതി, 50,000 രൂപ ആവശ്യപ്പെട്ട് ആ തുക റെഡിയാക്കി തരാമെന്നും പറഞ്ഞ് വിട്ടേക്കുവാണ്. എല്ലാം എത്രയും പെട്ടെന്നാണ് വന്ന, വലിയ കാലതാമസം ഉണ്ടായിരുന്നില്ല, പെട്ടെന്നാണ് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. ഇല്ല ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല, വേഗം തന്നെ കാണാൻ പറ്റി. വന്ന കാര്യം സംസാരിച്ച ഉടനെ തന്നെ അതിനുള്ള ക്ലിയറൻസ് തന്നു. അങ്ങോട്ടേക്ക് വിടാം, എത്രയും പെട്ടെന്ന് തന്നെ നടപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വീകരിച്ച് അങ്ങോട്ടേക്ക് ചെല്ലാനും പറഞ്ഞിട്ടുണ്ട്. ഇന്ന് തന്നെ ഫസ്റ്റ് ടൈം വരുന്നത്. ഇല്ല മാറ്റി വെച്ചില്ല. ഞങ്ങളുടെ ഫ്രണ്ടിൽ വെച്ച് തന്നെയാണ് ബാങ്കിൽ കോൺടാക്ട് ചെയ്യുകയും മാനേജറുടെ സംസാരിക്കുകയും ഡയറക്റ്റ് മാനേജറുടെ അടുത്ത് പോയി സംസാരിച്ചാൽ മതി, എല്ലാം റെഡി ആയിട്ടുണ്ടെന്ന് പറയുകയും ചെയ്തു. ഞാൻ ഇന്ന് വരെ ഞാൻ ഒരാവശ്യത്തിനും ഞാൻ കോർപ്പറേഷനിൽ വന്നിട്ടില്ല, വരേണ്ട അവസ്ഥ ഉണ്ടായിട്ടും വന്നിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഞാൻ വരുന്നത്. പക്ഷെ ഇത്രയും എക്സ്പെക്റ്റ് ചെയ്തിട്ടല്ല ഞാൻ വന്നത്. കാരണം 2-3 പ്രാവശ്യം കയറി ഇറങ്ങേണ്ടി വരും എന്ന ഒരു ഇതിലാണ് വരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ വന്നപ്പോൾ ഫസ്റ്റ് ടൈം വന്ന് ആ സമയത്ത് തന്നെ പെട്ടെന്ന് എന്താണോ എൻ്റെ ആവശ്യം അത് കേൾക്കുകയും അതിന് ആ സ്പോട്ടിൽ തന്നെ അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തി തരുകയും ചെയ്തു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാറിനെ തന്നെ ഡയറക്റ്റ് വന്ന് കാണാനും ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വരണമെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞു വിട്ടത്. നമ്മുടെ ഈ തിരുവനന്തപുരത്തിൻ്റെ തന്നെ വലിയ തീരാ ശാപമായിട്ട് നിൽക്കുന്ന ആമയിഴഞ്ചാൻ തോട് അത് വർഷങ്ങളായിട്ട്, നൂറ്റാണ്ടുകളായിട്ടുള്ള ഒരു തിരുവനന്തപുരത്തുകാരുടെ ഒരു ശാപമാണ്. അതിൻ്റെ ശുചീകരണം പല പദ്ധതികൾ കൊണ്ടുവന്നിട്ടും നടക്കുന്നില്ല. അപ്പോൾ ഒരു നിർദ്ദേശം കൊടുക്കാനാണ് ഞാൻ വന്നത്. നിർദ്ദേശം അദ്ദേഹത്തിന് ഞാൻ സമർപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം അത് എന്നെ നോക്കിയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്യുകയാണെങ്കിൽ ഈ പ്രശ്നത്തിന് ശാശ്വതമായൊരു പരിഹാരം ആവുമെന്നാണ് എൻ്റെ വിശ്വാസം. ഞങ്ങൾ ഇൻറ്റേൺഷിപ്പിൻ്റെ ആവശ്യത്തിനായിട്ട് വന്നായിരുന്നു. കഴിഞ്ഞ ഏപ്രിൽ 13 ഞങ്ങൾ വന്നായിരുന്നു. അന്ന് എങ്ങും കിട്ടിയില്ല. പന്തളത്തും അവിടെയൊക്കെ എല്ലാം കഴിഞ്ഞ് തീർന്നായിരുന്നു. ഞങ്ങൾക്ക് വേറെ സീറ്റൊന്നും കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഇവിടെ വേറെ അടുത്ത് വന്ന് പറഞ്ഞ് 20 ഇങ്ങ് വരാൻ പറഞ്ഞു. ഞങ്ങൾ 20 ഇവിടെ വന്നു. അന്ന് തന്നെ ഞങ്ങൾക്ക് ഇവിടെ ഫോർട്ട് സോണൽ ഓഫീസിലോട്ട്, എൻജിനീയറിംഗ് ഭാഗത്തിലോട്ട് അവിടോട്ട് കിട്ടി. എന്നിട്ട് ഇന്ന് 16ാമത്തെ ദിവസം വർക്കിംഗ് ഡേയ്സ് ഇന്ന് കഴിഞ്ഞു. എല്ലാം ഹാപ്പിയായി. പന്തളം. ഞങ്ങൾ അടൂര് വയല. ടി വിയിൽ ഇവിടെ കേട്ടിട്ടുണ്ട്, പിന്നെ അറിയാം, ഇൻ്റർവ്യൂ ഒക്കെ കണ്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇന്റേൺഷിപ്പ് ഇന്ന് കഴിഞ്ഞു. ഇപ്പോൾ FIGP ആയപ്പോഴത്തേന് ഇന്റേൺഷിപ്പ് ഭയങ്കര നിർബന്ധിതമാക്കി FIGPക്ക്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു 15-നും 20-നും ഇടയ്ക്ക് ദിവസം ഇന്റേൺഷിപ്പ് കറക്റ്റായിട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പന്തളത്ത് നോക്കി, എങ്ങും വേക്കൻസി ഇല്ല, എല്ലായിടത്തും വേക്കൻസി ഫില്ലായി. ഞങ്ങളപ്പോൾ പൊളിറ്റിക്കൽ സയൻസിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പന്തളത്തില്ലായിരുന്നു, അടൂരില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ രാജേഷേട്ടൻ്റെ മേയറിൻ്റെ ഇൻ്റർവ്യൂ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ഒരു ചെറിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇവിടെ വിളിച്ചാൽ കിട്ടും. അതുകൊണ്ടപ്പോൾ ഡയറക്റ്റ് ഏപ്രിൽ 13 വന്നു. അന്ന് പറഞ്ഞു 20 നമുക്ക് റെഡിയാക്കാം, 20 വാന്ന് പറഞ്ഞു. ഞങ്ങൾ ഏപ്രിൽ 20 എത്തി. ഇന്ന് 16 വർക്കിംഗ് ഡേയ്സ് പൂർത്തിയായി.
അപ്പോൾ ഇപ്പോൾ കണ്ട ഒരു നന്ദി അറിയിക്കാനായിട്ട് വന്നതാണ്. എനിക്ക് ഇവിടെ ഫോർട്ട് സോണൽ ഓഫീസിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലായിട്ട് പുള്ളി സജസ്റ്റ് ചെയ്യാൻ അവിടെ കിട്ടി. അപ്പോൾ ഇന്ന് അതിൻ്റെ കഴിഞ്ഞു കണ്ട് നന്ദി അറിയിക്കാനായിട്ട് വന്നതായിരുന്നു. എൻ്റെ പേര് കാർത്തിക്, വീട് അടൂര് വയല. പേര് അരുൺ, സ്ഥലം അടൂര്. പേര് നീരജ്, സ്ഥലം മുരുക്കുമ്പുഴ. എൻ്റെ പേര് അശ്വിൻ, സ്ഥലം പുനലൂര്. എൻ്റെ ഒരു കവിതാ സമാഹാരം പ്രകാശനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് മേയറെ കാണാൻ വന്നത്. ഇല്ല, ഒന്നും ഉണ്ടായിട്ടില്ല. പുള്ളി തന്നെ രാവിലെ എന്നെ വിളിച്ച് ഈ സമയം വരാൻ പറഞ്ഞതാണ്. വരാൻ ബുദ്ധിമുട്ട് വരാൻ പറഞ്ഞു. വേറെ ഒന്നും പറഞ്ഞില്ല. അടുത്ത എന്തെങ്കിലും പരിപാടി ആണെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞു. കവിയരങ്ങൊക്കെ വയ്ക്കുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 2020 ഞാൻ എൻ്റെ വീടിൻ്റെ മുകളിലത്തെ നില വീട് വെക്കാൻ വേണ്ടി TCക്ക് അപ്രൂവിന് അപേക്ഷിച്ചിരുന്നു. ആ സമയത്ത് TC അപ്രൂവ് തരാതിരുന്നപ്പോൾ ഞാൻ മുഖ്യമന്ത്രിക്കും അപേക്ഷ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ടതിന് എൻ്റെ ഭാഗത്താണെന്ന് ന്യായമെന്ന് അവർ കണ്ടെത്തിയതിന് ശേഷം ഇതെന്തുകൊണ്ട് കൊടുത്തില്ല എന്ന് കോർപ്പറേഷൻ സെക്രട്ടറിക്ക് അവർ റിപ്പോർട്ട് ചോദിച്ചു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ എനിക്ക് അപ്രൂവ് തന്നതിന് ശേഷം ഞാൻ ഇത് 2023 അപ്രൂവ് തന്നത്. അപ്പം ഞാൻ അതിന് ശേഷം ഞാൻ വീട് വെച്ചതിന് ശേഷം TCക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കാൻ വേണ്ടി വന്നപ്പോൾ ഇവർ കൈക്കൂലി ആവശ്യപ്പെട്ടു. കൊടുത്തില്ല എന്നുള്ള രീതിയിൽ ഏയും ഓവർസീറും ഒക്കെ കൈക്കൂലി തന്നാലേ TC കിട്ടും എന്നുള്ള രീതിയിലായി. അപ്പോൾ അത് ഞാൻ കൊടുക്കൂല എന്ന് കണ്ടപ്പോൾ ഇവർ എൻ്റെ പെർമിറ്റ് കട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇത് കോടതിയിൽ ഞാൻ അപേക്ഷ കൊടുത്തു. കോടതി എൻ്റെ ഭാഗത്താണ് ന്യായമെന്ന് കണ്ടെത്തിയപ്പോൾ അവരുടെ കട്ട് ചെയ്ത പെർമിറ്റിനെ ഇത് സ്റ്റേ ചെയ്തപ്പോൾ ഇപ്പം നിലവിൽ എനിക്ക് പെർമിറ്റ് ലൈവാണ്. അപ്പോൾ എനിക്ക് TC തരാനുള്ള നടപടി എടുക്കണം. അന്ന് തൊട്ട് നടക്കുകയാണ്. അന്ന് തൊട്ട് നല്ല 20 തൊട്ട് 26 ഒരു 6 വർഷം കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. പോസിറ്റീവ് റെസ്പോൺസ് എന്ത് പറഞ്ഞു? ഇപ്പം മേയർ ശരിയാക്കാനുള്ള നടപടി എടുക്കാം. ഇന്നത്തെ ദിവസം ഞാൻ ബഹുമാനപ്പെട്ട നമ്മുടെ മേയർ രാജേഷ് ചേട്ടനെ കാണാൻ വന്ന പ്രധാന കാരണം നമ്മുടെ തീരദേശത്ത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഡൊമസ്റ്റിക് എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നതിൻ്റെ പടിഞ്ഞാറ് വശത്തായിട്ട് അവിടെ ഇപ്പോൾ ഈ നമ്മുടെ തീരശോഷണമായിട്ട് ബന്ധപ്പെട്ടൊക്കെ അതിനെ തടയാനായിട്ട് കടൽ ഭിത്തി നിർമ്മാണം നടന്നു വരികയാണ്. ഒരുപാട് വൈകിയാണെങ്കിലും ഒരുപാട് ജനങ്ങളുടെ വീടുകളെല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷമാണെങ്കിലും വളരെ വൈകി ഈ കടൽ ഭിത്തി നിർമ്മാണം തുടങ്ങി. ഇത് പുരോഗമിച്ച് വരവേ ഇതിൻ്റെ ഒരു ഭാഗത്തെത്തിയപ്പോഴത്തേക്കും ഒരു ആൾക്ക് അവരുടെ വീട്ടിൻ്റെ പുറത്തിറങ്ങി നിൽക്കാൻ പോലും സ്ഥലമില്ലാതെ അത്രയും ടൈറ്റ്ലിയാണ് പാക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കൃത്യം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരണമെങ്കിൽ ഇതാണ് അതിൻ്റെ അവസ്ഥ. നമ്മുടെ വീടിൻ്റെ ഗേറ്റിന് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഒരുപാട് രോഗികളുണ്ട്. 30-40 വീടുകളുണ്ട്. അവിടെ രോഗികളുണ്ട്. ഒരു ആംബുലൻസിന് പോലും കയറാൻ ഉള്ള വീതി ഇല്ലാത്ത രീതിയിലാണ് ഇവർ ഈ പാറ ഇട്ട് പോയത്. നമ്മൾ ആദ്യമേ ഈ നിർമ്മാണം ആരംഭിക്കുന്നതിന് മുമ്പ് ഇതെല്ലാം സൂചിപ്പിച്ചു, കൃത്യമായിട്ട് അവരെ കാര്യങ്ങൾ ധരിപ്പിച്ചാണ്. എന്നിട്ട് പോലും എന്തോ വൈരാഗ്യം വെച്ച് പുലർത്തുന്ന രീതിയിൽ അവരെന്ത് ചെയ്യുക, ടൈറ്റ്ലി പാക്ക് ചെയ്ത് ഒരാൾക്ക് കഷ്ടിച്ച് നടക്കാൻ പറ്റുന്ന ഭാഗത്തിനാണ് ഇട്ടിരിക്കുന്നത്. ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് രാജേഷ് ചേട്ടനെ സമീപിച്ചു. അദ്ദേഹത്തിനോട് നമ്മുടെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞു വ്യക്തമാക്കി. അദ്ദേഹം കൃത്യമായിട്ടുള്ള നടപടി എടുക്കാമെന്ന് ഇപ്പോൾ ഹെൽത്ത് സെക്ഷനിലോട്ടത് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അനുഭവപൂർവ്വം അദ്ദേഹത്തെ പരിഗണിക്കുമെന്ന് ഉദ്ദേശിക്കുന്നു. ഇപ്പോൾ എന്താവശ്യമായിട്ടാണ് വന്നത്? ഞങ്ങൾ വീടിന് എഴുതി കൊടുത്തായിരുന്നു. അപ്പം എൻ്റെ പേര് ലിസ്റ്റിലുണ്ടെന്ന് പറഞ്ഞു. അപ്പം അതിന് സാറെ കാണാൻ വന്നതാണ് മേയറിന്. പിന്നെ വർഷം തോറും കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പം അതെനിക്ക് അറിഞ്ഞൂടായിരുന്നു. അത് അറിയത്തില്ലായിരുന്നു പുള്ളിക്ക്. അപ്പം ഇപ്പോഴാണ് പറയുന്നത് വർഷം തോറും അപേക്ഷ കൊടുക്കണം. അങ്ങനെ ഇപ്പം പിന്നെ കൗൺസിലിന് എഴുതി കണ്ട് കൊടുക്കാൻ അപേക്ഷ കൊടുത്താൽ ഒരു വീട് പുള്ളിക്ക് സ്ഥലമില്ല, വീടുമില്ല, ഒന്നുമില്ല. കല്യാണം കഴിഞ്ഞ അന്ന് മുതലേ വാടകയ്ക്കാണ് ഇരിക്കുന്നത്. ഇപ്പം ഭർത്താവില്ല. 17 വർഷമായി ഭർത്താവ് ഉപേക്ഷിച്ചത്. അപ്പം ഞാൻ വീട്ടു ജോലിക്ക് പോവുകയാണ്. അങ്ങനെയാണ് വീട്ടിന് എഴുതി കൊടുത്തു. 2020 എഴുതി കൊടുത്തു. അപ്പം ഇതുവരെ ഒന്നും ആയില്ല. അങ്ങനെ കഴിഞ്ഞ മാസം നമ്മളിതുപോലെ അപേക്ഷ എഴുതാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് തന്നവർ പറഞ്ഞ് നിങ്ങൾ എന്തായാലും ഇവിടെ അന്വേഷിക്കാൻ പറഞ്ഞു. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് അവർ പറഞ്ഞു എൻ്റെ പേര് അതിൽ ഉണ്ട്, ലൈഫിലുണ്ടെന്ന്. അപ്പം എനിക്ക് അറിഞ്ഞുണ്ടായിരുന്നു. ഞാൻ ഈ വീട്ടിൽ ഒരുക്കി പോകണം എനിക്ക് ആരും പറഞ്ഞു തന്നില്ല. ഇപ്പം അണ്ണൻ മുഖേന, ഇത് എൻ്റെ സഹോദരനാണ്, എൻ്റെ അണ്ണൻ മുഖേനയാണ് എന്നെ വിളിച്ചുകൊണ്ട് വന്നത്. അത് വന്നില്ല. കിട്ടി. ഇനി സാറിന് അഭിലാഷ് എന്ന് പറഞ്ഞ കൗൺസിലറെ പോയി കാണണം. അപേക്ഷ കൊടുത്ത ഇവരുടെ പദ്ധതി
2000 വീട് കൊടുക്കുന്നുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ അത് നമ്മൾ ഉൾപ്പെടുത്തി വീട് കിട്ടുമെന്നുണ്ടെങ്കിൽ അതൊരു ഉപകാരമാണ്. അല്ലെങ്കിൽ സ്ഥലവും ഇല്ല, വീടില്ല, ഈ ജോലി വീട്ടിൽ കഷ്ടപ്പെട്ട് വാടക കൊടുത്ത് കിടക്കുന്നുണ്ട്, ഭർത്താവും ഇല്ലായിരുന്നില്ല. ഈ പുതിയ ഭരണസമിതി വന്നതിന് ശേഷം ഒരു വിശ്വാസം വന്നിട്ടുണ്ട്. എന്താണ് മേയറെ പറ്റിയുള്ള അഭിപ്രായം? ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, എനിക്ക് അറിഞ്ഞിട്ടായിരുന്നു. പുതിയ ഭരണസമിതി വന്നതുകൊണ്ട് കാര്യങ്ങൾ നടക്കും എന്നുള്ളതാണ് നമ്മൾ ഈ ഇറങ്ങിയത്. അല്ലെങ്കിൽ നമ്മൾ വരേണ്ട കാര്യമില്ല. അപ്പം ഇവിടെ വന്നപ്പോഴാണ് വർഷം അപേക്ഷ കൊടുക്കണമെന്ന് പറയുന്നത്. അതറിയില്ലായിരുന്നു. അറിയാമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കില്ല. അന്ന് വന്ന സമയത്ത് ആരും പറഞ്ഞു തന്നില്ല. ഇന്ന് പിന്നെ അണ്ണനാണ് നിർബന്ധം. എൻ്റെ മൂന്നാമത്തെ സഹോദരനാണ് എന്നെ അണ്ണനാണ് വിളിച്ചുകൊണ്ട് വന്നത്.